നമ്മൾ 100 ദിവസം കൊണ്ട് 100 പാഠങ്ങൾ കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു പദ്ധതിയാണ് അല്ലേ ഇത്. അതിനകത്തെ 11ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് നിങ്ങൾ ലൈക്കും ചെയ്യേണ്ട, സബ്സ്ക്രൈബും ചെയ്യേണ്ട, നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചാൽ മാത്രം മതി. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. പറയൂ എന്നുള്ളതിന് സേ എന്നാണ് പറഞ്ഞത്. പറഞ്ഞു എന്നുള്ളത് സെഡാണ്, കഴിഞ്ഞ കാര്യമാണ് അല്ലേ. പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു എന്നൊക്കെ അങ്ങനെ സെഡാണ്. വിചാരിക്കുക, തിങ്ക്. വിചാരിച്ചു, തോട്ട്. ഞാൻ എന്തിനാണ് പറയുന്നുള്ളത്, ഇത് ഉപയോഗിച്ചാണുള്ള സെൻറ്റൻസുകൾ നമ്മൾ പെട്ടെന്ന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. കേൾക്ക്, ഹിയർ. കേട്ടു, ഹേർഡ്. ചോദിക്ക്, ആസ്ക്. ചോദിച്ചു, ആസ്ക്ഡ്. ഇവിടെ ചൂടില്ലായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നമ്മൾ വേറെ റൂമിൽ പോയിരുന്നു അല്ലേ. ഇവിടെ ചൂടില്ലായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഐ തോട്ട് ഇറ്റ് വാസൻറ്റ് ഹോട്ട് ഹിയർ. ഐ തോട്ട് ഇറ്റ് വാസൻറ്റ് ഹോട്ട് ഹിയർ. ഇവിടെ ഐ തോട്ട് ദാറ്റ് ഇറ്റ് വാസൻറ്റ് ഹോട്ട് ഹിയർ എന്ന് നമുക്ക് പറയാം. ഞാൻ ഓർത്തത് അങ്ങനെയായിരുന്നു. ഇപ്പോഴേ ദാറ്റ് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. ഐ തോട്ട് ഇറ്റ് വാസൻറ്റ് ഹോട്ട് ഹിയർ. ഐ തോട്ട് ഇറ്റ് വാസൻറ്റ് ഹോട്ട് ഹിയർ. അവൾ പറഞ്ഞത് അവൾ നാളെ വരുമെന്നാണ്. ഷീ സെഡ് ഷീ വിൽ കം ടുമോറോ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഷീ സെഡ് ദാറ്റ് ഷീ വിൽ കം ടുമോറോ. ഇനി ഇത് തന്നെ വേറെ രീതിയിലും പറയാം. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, എങ്കിലും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകുമോ എന്ന് ഓർത്തുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് കം ടുമോറോ. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ തർക്കം കാണും, അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞാണല്ലോ ശരി, ഇങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള തർക്കം ചിലപ്പോൾ കാണും. പക്ഷേ ഇങ്ങനെയും പറയാം, ഇങ്ങനെ പറയാറുണ്ട്, ഇതും ശരിയാണ്. ഷീ സെഡ് ഷീ വിൽ കം ടുമോറോ അങ്ങനെ വേണം പറയാം, അല്ലെങ്കിൽ ഷീ സെഡ് ഷീ വുഡ് കം ടുമോറോ എന്ന് പറയാം. രണ്ടും ശരിയാണ്. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളത് പഠിക്കാം അല്ലേ. ഷീ സെഡ് ഷീ വിൽ കം ടുമോറോ. ഷീ സെഡ് ഷീ വിൽ കം ടുമോറോ. നീ ചെയ്യുന്നത് ശരിയാണെന്ന് അവനറിയാം. കറക്റ്റ്. He knows that what you are doing is right. He knows that what you are doing is right. ഇവിടെ എന്തുകൊണ്ടാണ് നോസ് വന്നത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചത് അല്ലേ. ഹി ഒരാളുള്ളത് കൊണ്ടാണ്, അത് സിംഗുലർ ആയതുകൊണ്ടാണ് നോസ് വന്നത്. ഇനിയിപ്പോൾ ഐ ആണെങ്കിലോ, ഐ നോ ദാറ്റ് വാട്ട് യു ആർ ഡൂയിങ് ഇസ് റൈറ്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഐയും ഒരാളല്ലേ, അതും സിംഗുലർ അല്ലേ. നമ്മൾ ഈ കോഴ്സിൽ എങ്ങനെയാണ് പഠിക്കുന്നത്, ഐയെ പ്ലൂറലായിട്ടാണ് പഠിക്കുന്നത്. അതാണ് എളുപ്പം അല്ലേ. ഇനിയിപ്പോൾ അവർക്കറിയാം നീ ചെയ്യുന്നത് ശരിയാണെന്ന്. They know that what you are doing is right. നമുക്കൊന്നുകൂടെ പറയാം. He knows that what you are doing is right. He knows that what you are doing is right. I know that what you are doing is right. ടോം നന്നായി പാട്ട് പാടുമെന്നാണ് ഞാൻ കേട്ടത്. Correct. I heard that Tom sings well. I heard that Tom sings well. ഇവിടെ ടോം ഒരാളുള്ളതുകൊണ്ടാണ് സിങ്സ് പോകുന്നത് അല്ലേ. ഇനി ഇങ്ങനെ വേണം പറയാം. എന്താണ്? I heard that you sing well. You എന്നതുകൊണ്ടാണ് യുവിന് നീ എന്നും നിങ്ങളെന്നും പറഞ്ഞ അർത്ഥമുണ്ട്, രണ്ടർത്ഥമുണ്ട് അല്ലേ. ഇവിടെ ഇംഗ്ലീഷിൽ വാക്കുകളൊക്കെ കുറവാണ്. നമുക്ക് മലയാളത്തിൽ ഇതിന് പല വാക്കുകളുണ്ട് അല്ലേ. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും കൂടെ, നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാന്നുള്ളത് അല്ലേ. I heard that Tom sings well. I heard that you sing well. ടോം ഇവിടെ ഇല്ല. കറക്റ്റ്. Tom isn't here. Tom isn't here. ടോം അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. Correct. I don't think Tom is there. I don't think Tom is there. Tom അവിടെ ഉണ്ട്. Tom is over there. Tom അവിടെ ഉണ്ട്. Tom is over there. അപ്പോൾ Tom is there എന്ന് പറയാമോ? അങ്ങനെ പറയാം. ഇച്ചിരി നല്ലത് Tom is over there എന്ന് പറയുന്നതാണ്. ഓക്കെ. വെള്ളക്കുപ്പി അവിടെ ഉണ്ട്. Water bottle is over there. Water bottle is over there. ഇല്ലേ? ഞാൻ ഓർത്ത് അവിടെ ഉണ്ടെന്നാണ് കേട്ടോ. Not there. I thought it was over there. Not there. I thought it was over there. I thought it was over there. ഫ്രിഡ്ജിൽ കേക്ക് ഉണ്ടാവുമെന്നാണ് ഞാൻ ഓർത്തത്, പക്ഷെ അവിടെ ഇല്ലല്ലേ. I thought the cake was there in the fridge. I thought the cake was there in the fridge. I thought the cake was there in the fridge. ടോം എവിടെ പോയതാണ്? Where did Tom go? Where did Tom go? നീ എവിടെ പോയായിരുന്നു? Where did you go? ഇവിടെ പോയതാണ്, പോയതായിരുന്നു എന്നൊക്കെയുള്ള രണ്ടർത്ഥമുണ്ട്. അതുകൊണ്ടാണ് where did Tom go? എവിടെ പോയായിരുന്നു? നീ എവിടെ പോയായിരുന്നു? Where did you go? ടോം എവിടെ പോയതാണെന്ന് അറിയാമോ? Do you know where Tom went? Do you know where Tom went? Do you know where Tom went? അവൻ അവിടെ ഇരുന്ന് എന്നാ ചെയ്യുമെന്ന് അറിയാമോ? Do you know what he's doing there? Do you know what he is doing there? Do you know what he is doing there? അവൾ നിന്നെപ്പറ്റി ചോദിച്ചായിരുന്നു. She asked about you.
ഷീ ആസ്ഡ് അബൌട്ട് യു. അവൻ ചോദിച്ചു ഈ അരച്ച ദോശമാവ് എവിടെ കിട്ടുമെന്ന്. ഹി ആസ്ഡ് വേ വി ഗെറ്റ് ദ ദോശ ബാറ്റർ. ഹി ആസ്ഡ് വേ വി ഗെറ്റ് ദ ദോശ ബാറ്റർ. അപ്പോൾ ഇവിടെ രണ്ട് ചോദ്യം. ബാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അരച്ച് വെക്കുന്നത് അല്ലേ, അതിനാണ് ബാറ്റർ എന്ന് പറയുന്നത്. അപ്പോഴേ ഈ ദോശയുടെ ഇംഗ്ലീഷ് എന്താണ്? ദോശ നമ്മുടെ മലയാളമല്ലേ, അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? അപ്പോൾ ഇതൊരു നമ്മുടെ ഒരു പ്രശ്നമാണല്ലേ. അപ്പോൾ അതിന് കൃത്യമായൊരു ഇംഗ്ലീഷിൽ, ഇനിയിപ്പോൾ ആരും കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ എന്താണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ദോശ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പാൻ കേക്ക്. അവർ ഈ സാധാരണ ഇങ്ങനെ കല്ല് വെച്ചുണ്ടാക്കുന്ന എല്ലാത്തിനും പാൻ കേക്ക് എന്നാണ് പറയുന്നത്, ഒഴിച്ചുണ്ടാക്കുന്നത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പാൻ കേക്ക് മെയ്ഡ് ഫ്രം ഫെർമെൻറ്റഡ് ബാറ്റർ കൺസിസ്റ്റ് ഓഫ് ബ്ലാക്ക് ഗ്രാം ആൻഡ് റൈസ് ഫ്ലവർ. ഓക്കെ, നമ്മൾ പറയാം ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പാൻ കേക്ക്. ആ ഒരു തരം പാൻ കേക്കാണ്. ഇപ്പം ഞാൻ പറഞ്ഞു അവർ കല്ലിൽ ഒഴിച്ചുണ്ടാക്കുന്ന എല്ലാത്തിനും ഒരു പാൻ കേക്ക് എന്നാണ്. മെയ്ഡ് ഫ്രം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഫെർമെൻറ്റഡ് ബാറ്റർ. ഫെർമെൻറ്റഡ് എന്ന് പറഞ്ഞാൽ പുളിച്ച ഈ അരച്ച് വെച്ചിരിക്കുന്ന ഇതിനാണ് ബാറ്റർ എന്ന് പറയുന്നത് അല്ലേ. കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ് എൻ്റെ അകത്തുള്ളത്? ബ്ലാക്ക് ഗ്രാം ഉഴുന്നും, റൈസ് ഫ്ലവർ. റൈസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അരിപ്പൊടി, അല്ലെങ്കിൽ റൈസ് എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ ഞാനിവിടെ ഫ്ലവർ എന്ന് എഴുതിയിരിക്കുന്നതിനാണ്, അത് പറയാൻ വേണ്ടി തന്നെ എഴുതിയിരിക്കുന്നത്. അതിന് ഫ്ലോർ എന്നല്ല പറഞ്ഞ് പൊടിക്ക് നമ്മൾ പറയുന്നത് എന്താണ്? ഫ്ലവർ. ഓക്കെ, ഫ്ലവർ എന്ന് എന്താണ്? ഈ പൂവില്ലേ, ആ സെയിം പ്രൊനൗൺസിയേഷനാണ്. നമുക്കൊന്നുകൂടെ പറയാം. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പാൻ കേക്ക് മെയ്ഡ് ഫ്രം ഫെർമെൻറ്റഡ് ബാറ്റർ കൺസിസ്റ്റ് ഓഫ് ബ്ലാക്ക് ഗ്രാം ആൻഡ് റൈസ് ഫ്ലവർ, അല്ലെങ്കിൽ റൈസ്. ഇത്രയും പറയേണ്ട ആവശ്യമില്ലേ? ദോശ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പാൻ കേക്ക് എന്ന് മാത്രം പറഞ്ഞാൽ മതി അല്ലേ. ഈ KSRTC ബസ് സ്റ്റാൻഡ് എവിടെയാണെന്ന് അറിയോ? ഡു യു നോ വെയർ ദ KSRTC ബസ് സ്റ്റാൻഡ് ഈസ്? ഡു യു നോ വെയർ ദ KSRTC ബസ് സ്റ്റാൻഡ് ഈസ്? ഈ ഇടതുവശത്താണോ അതോ വലതുവശത്താണോ എന്നറിയോ? ഡു യു നോ ഇഫ് ഇറ്റ്സ് ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഓർ ദി റൈറ്റ് സൈഡ്? ഡു യു നോ ഇഫ് ഇറ്റ്സ് ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഓർ ദി റൈറ്റ് സൈഡ്? ടോമിന് അറിയാവോ അത് ഇടത് സൈഡിലാണോ വലത് സൈഡിലാണോ എന്ന്? ടോം എന്നതുകൊണ്ടാണ് ഡസ് വന്നത് അല്ലേ. Does Tom know if it's on the left side or the right side? അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായത് ഞാൻ കരുതാണ്. തീർച്ചയായിട്ടും നമ്മളിത് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഏത് ഭാഷയും പഠിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.